ഹലോ, ഇന്ന് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലോ? ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറിയായിട്ട് കടലക്കറി ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ഇട്ട് കടല വേവിക്കാൻ വെക്കുകയാണ്. തലേന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5-6 വിസിലാകുമ്പോഴേക്കും കടല വെന്തിട്ടുണ്ടാവും. പിന്നെ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. നൂൽപുട്ടും കടലക്കറിയാണ്. നൂൽപുട്ടിന് ഞാൻ ഇതുപോലെ ഇഡ്ഡലി തട്ടിലാണ് നൂൽപുട്ട് ഉണ്ടാക്കാറുള്ളത്. ഞാൻ മറ്റേ രീതിയിൽ ഉണ്ടാക്കാറില്ല. ഇതാകുമ്പോൾ ഈ ഒരു തട്ടിൽ മാത്രം ആക്കി കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്കും കഴിക്കാനുള്ള നൂൽപുട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇത് പിന്നെ 2 in 1 ആണ്. മുട്ടയും കൂടി അതിൻ്റെ കൂടെ വേവിക്കുന്ന, വേറെ തന്നെ വേവിക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഡെയിലി ഒരു മുട്ട ഒരാൾ കഴിക്കാറുണ്ട്. ഞാനും ഹസ്ബൻഡും മോളുമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു മുട്ട വെച്ചിട്ട് കഴിക്കും. മോൾ എങ്ങനെയെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ കഴിപ്പിക്കും. അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് അങ്ങനെയാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കാറുള്ളത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. പിന്നെ കടലക്കറിക്ക് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് തേങ്ങയും പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വേവിച്ച കടലയും കൂടി ഇട്ടിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി അരച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കും. അത് നല്ല കൊഴുപ്പ് കിട്ടാനും പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഗരം മസാല മസ്റ്റാണ് കേട്ടോ കടലക്കറിയിൽ. അപ്പോൾ ഗരം മസാലയൊക്കെ ഇട്ടതിന് ശേഷം അരപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ലാസ്റ്റ് ഒഴിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അപ്പോൾ രാവിലെ നല്ല ചൂട് ചായയും 2 ഇടിയപ്പവും, ഇടിയപ്പം എന്ന് പറയുന്നത് നൂൽപുട്ടാട്ടോ. നൂൽപുട്ടും പിന്നെ കടലക്കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ.